ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ചെമ്മീൻ പത്തലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ. ഇതിൻ്റെ അളവെന്താ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ചെമ്മീൻ അനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ, അതുകൊണ്ടാണ് അളവ് പറയാത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുത്തോളൂ കേട്ടോ. ചെറിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊരു മീഡിയം സൈസാണ്, അപ്പോൾ ഞാൻ ചിലതൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നമുക്കൊന്നങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. കാരണം ഇത് നമുക്ക് പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് അവിടെ നിന്ന് ആകുന്ന ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടൊരു മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ട്, ഇതിന് മൈദയാണ് ബെറ്റർ. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആട്ടപ്പൊടി എടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടി ഹാഫ് എടുക്കാം, മൈദയും ഗോതമ്പ്. അപ്പോൾ ഞാനതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്, അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇട്ടിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ എന്തായി നോക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യാം, ഇതിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ഒന്നും വേറെ വഴറ്റിയെടുക്കണ്ട, ആ ചെമ്മീനിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2.5 സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി മസാല വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ സവാള ആയതുകൊണ്ട് ഒരു 2.5 സവാളയും എടുത്തിട്ടുള്ളൂ, 3 തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി, 2 പച്ചമുളകും കറിവേപ്പില, ഞാൻ വലിയ കറിവേപ്പിലുണ്ട്, അതൊന്ന് നുറുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചിലവരൊക്കെ ഇതിനകത്ത് തക്കാളി ഒന്നും ഇട്ടില്ല, അപ്പം ഞാനൊരു ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് നമുക്ക് വരുത്താം കേട്ടോ. ചില ഈ പത്തലിന് തക്കാളി ഇടാറേ ഇല്ല, പക്ഷേ എനിക്ക് ഈ മസാലയിൽ ചെറിയ രീതിയിലൊരു തക്കാളി ഇടുന്നത് കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ആ തക്കാളിയും കൂടി നന്നായിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ചെറിയ തീയിലാണ്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് സോഫ്റ്റ് ആവാണ്ട് ഒന്ന് ഉള്ളിയൊക്കെ കടിക്കും, നമുക്ക് അങ്ങനെ കടിച്ചാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോൾ എന്തായാലും ഉപ്പ് ലേശം ഒന്ന് നോക്കിയിട്ട് ലേശം ഒരു ഉപ്പിട്ട് കൊടുത്തേക്കണമെങ്കിൽ വളരെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എരിവൊക്കെ വേണം തോന്നുമെങ്കിൽ നിങ്ങൾ മുളകിന് പകരം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, മുളക് കൂടുതൽ വേണ്ടെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം, അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ എല്ലാം നന്നായിട്ട് സോഫ്റ്റായി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ, അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും, ഒന്നുകൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 20-25 മിനിറ്റോളം ആയിന്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ വലിയൊരു ചപ്പാത്തിയായിട്ട് പരത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് മസാല ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചപ്പാത്തിൻ്റെ വലുപ്പമില്ലേ അത്രയും പിന്നെ പരത്തിയിട്ട് നമുക്ക് അതിനകത്തേക്ക് മാവ് ഫില്ല് ചെയ്യാം, എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ബോളുമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തെടുക്കാം. ഞാൻ ഇത് പരത്തുമ്പോൾ നന്നായിട്ട് തൊട്ടി പിടിക്കുന്നുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊടിയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പരത്തിനത്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പരത്തിക്കോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ പരത്തിയെടുത്തിട്ട് പിന്നെ നിങ്ങൾ കുറേ നേരം വെച്ചിരിക്കണ്ട അവിടെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക ഗ്രേവി എല്ലാം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അപ്പം പെട്ടെന്ന് പരത്തി ഫില്ല് ചെയ്തിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ചൂടോടെ നോമ്പാകുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാമെന്ന് കഴിയില്ല, എന്നാലും കഴിവതുങ്ങൾ അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി കറക്റ്റ് പരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. നമ്മുടെ ചപ്പാത്തിൻ്റെ 2 സൈഡിലും ഓരോരോ സ്പൂണ് നമ്മുടെ മസാല വെച്ച് കൊടുക്കുക, ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട്
നമ്മളിങ്ങോട്ട് അത് നേരെ ഓപ്പോസിറ്റ്, നമ്മളിപ്പോൾ വീഡിയോ കണ്ടല്ലോ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് മടക്കുക. മടക്കിയിട്ട് അതിൻ്റെ എല്ലാ അരികെല്ലാം ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ തന്നെ അത് ഒട്ടിക്കോളും. ആ നടുക്ക് ഭാഗം കൂടി ഒന്ന് എടുത്തിട്ട് ഒരു കട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ആദ്യമൊക്കെ നമ്മൾ പിന്നെ വീട്ടിലുള്ള വലിയമാരെല്ലാം പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഓരെല്ലാം ഇന്ന് ചെയ്യാന്ന് വെച്ചാൽ ഈ അരി ഇങ്ങനെ സൈഡ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കും. അത് എനിക്ക് കിട്ടുന്നേ ഇല്ല, ഞാൻ നോക്കി പക്ഷെ ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ല ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ തവിട് എണ്ണയാണിത്. അതാണ് ഇതിൻ്റെ മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ അത്, അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതാച്ചും അങ്ങനെ കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാനെപ്പോൾ ഈ ചെറിയ ചട്ടി വെക്കുന്നത് വെച്ചാൽ ഒരുപാട് ഓയിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ കളയണ്ടല്ലോ, 2-3 പ്രാവശ്യം ഒന്നും ഓയിൽ എടുക്കണ്ട. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങ് മറിച്ചാളി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് ഓയിലും ഈ ചെറിയ ചട്ടി തന്നെ എടുക്കലുള്ളൂ. അപ്പം നമ്മളത് നോക്കിയാൽ പത്തിലെല്ലാം പൊന്തി വരുന്നുണ്ട്. നിങ്ങൾ പൂരിയെല്ലാം ചുടുന്ന പോലെ തന്നെ നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പം ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായാൽ മതി, ഇതധികം കരിഞ്ഞൊന്നും പോണ്ട. പിന്നെ ഈ ചെമ്മീൻ കൊണ്ടുള്ള എല്ലാ സ്നാക്സിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ഫില്ലിംഗ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ കഴിച്ച് കാണിക്കാൻ പറ്റില്ല, നോമ്പ് ഓർക്കേണ്ട സമയമായിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.